ഹായ്, ഞാൻ ഡോക്ടർ ആതിര, കിംസ് ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് PCOD. PCOD ഉള്ള സ്ത്രീകളിൽ അണ്ടോൽപാദനം കറക്റ്റായിട്ട് നടക്കുന്നില്ല. എന്തൊക്കെയാണ് PCODയുടെ ലക്ഷണങ്ങൾ? OPDയിൽ അധികവും വരുന്നത് ഇറഗുലർ പീരീഡ്സ് ആയിട്ടാണ്. അതായത് മാസത്തിൽ 2-3 തവണ പീരീഡ്സ് ആവുക, അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ മാത്രമേ പീരീഡ്സ് ആവൂ എന്നൊരവസ്ഥ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള സമയം ഹെവി ബ്ലീഡിംഗ്, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ബ്ലീഡിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ നോർമലി നമുക്ക് 7 to 8 ഡേയ്സ് ആണ് ബ്ലീഡിംഗ് ഉണ്ടാവുക. പക്ഷേ PCOD ഉള്ള ആളുകളിൽ ചിലപ്പോൾ അത് 15 to 20 ഡേയ്സോളം പ്രൊലോങ് ചെയ്ത് നിൽക്കാറുണ്ട്. പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി അല്ലാതെ വേറെയും കുറച്ച് സിംറ്റംസ് ഉണ്ട്. മുഖക്കുരു, പിന്നെ പുരുഷന്മാരിൽ കാണുന്നത് പോലെ അപ്പർ ലിപ്പിലും താടിയിലും ഒക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, തലയിലെ മുടി കൊഴിച്ചിൽ, പിന്നെ വെയിറ്റ് ഗെയിൻ. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് തടിച്ച ആളുകളിൽ മാത്രമേ PCOD ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷേ PCOD 2 ടൈപ്പ് ഉണ്ട്: ലീൻ PCODയും ഒബേസ് PCODയും. ഇത് ലീൻ PCOD മെലിഞ്ഞ ആളുകളിൽ കാണപ്പെടുന്നതാണ്. ഇത് ഒബേസ് PCOD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതാണ്. ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ വൈറ്റമിൻ D ടെസ്റ്റും തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യുന്നത് നന്നായിരിക്കും. അതിൻ്റെ കൂടെ ഹോർമോണൽ അസേയും. ഇതിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പം ഫസ്റ്റ് തന്നെ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളൊരു ഡയറ്റ് കണ്ടുപിടിക്കുമ്പം അത് ലൈഫ് ലോങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ആയിരിക്കണം. അതിൽ മെയിനായിട്ട് ഫ്രൂട്ട്സും നട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് വെള്ളം കുടിക്കുക. ഇതിൻ്റെ കൂടെ ഡെയിലി ഒരു 30 മിനിറ്റ് എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. ലൈക്ക് യോഗ, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു 30 മിനിറ്റ്സ് ഡെയിലി ചെയ്യേണ്ടതാണ്. അതുപോലെ ഒരു 7 to 8 hours ഉറക്കവും കമ്പൽസറിയാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് PCOD കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഈ PCOD സിംറ്റംസും അതുപോലെ ഹോർമോണൽ ഇംബാലൻസും നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഇത് വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇൻഫെർട്ടിലിറ്റി, ഡയബറ്റീസ് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നുണ്ട്.